എല്ലാവർക്കും നമസ്കാരം. ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഐറ്റമിനെ കൊണ്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്നു. The brilliant, outrageous, supreme, stalwart, boss. Okay, come to the point. Keep. സിറുത്തെ ശിവയും തലയും ചേരുന്ന പോലെ തന്നെ നമ്മളും ചലഞ്ചിങ് സ്റ്റാറും ചേരുമ്പോഴും ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു മലങ്കൾട്ട് പടമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ആർത്ത് പിടിച്ച ആ ചുങ്കത്തറ കാടുകളുടെ അടുത്ത് എൻ്റെ തലവഴി ഒഴിച്ചു. അവസാനം എനിക്ക് തൊലിഞ്ഞ പടം കിട്ടി. ആ പടമാണ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ പാണ്ടിപ്പടയും ചാടി ഈ അണ്ണനും അണ്ണൻ്റെ പിള്ളേരും കൂടി ഒരു സർക്കാർ സ്കൂളിൻ്റെ ചുറ്റും കുഴി കുഴിച്ച് മറ്റേ പിള്ളേച്ചൻ ചക്കക്കുരു നട്ടു വെച്ച പോലെ കുഴി കുഴിച്ച് ഏതാണ്ട് കുമ്മായപ്പൊടി വെച്ചിട്ട് കുഴി അടയ്ക്കും. പാതിരാത്രി കൊണ്ടിരുന്നപ്പോൾ തുളയുണ്ടാക്കാൻ ഇറങ്ങിയ നല്ല പാണ്ടിയാണ്. ഇത് നമ്മുടെ കോർപ്പറേറ്റ് വില്ലൻ്റെ പ്ലാനാണ്. അതാണെങ്കിൽ മറ്റുള്ള കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ടായിരുന്ന കാലത്തെ പ്ലാനാണ്. അതായത് ഈ സർക്കാർ സ്കൂളുകളൊക്കെ ഇങ്ങേർക്ക് പ്രൈവറ്റ് ആക്കണം. പക്ഷേ ഈ സർക്കാർ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട് അത് നടക്കില്ല എന്ന് അണ്ണൻ അറിയാം. അപ്പോൾ ആ ബിൽഡിങ്ങിനൊന്നും ഒരു ഉറപ്പില്ലെന്ന് നാട്ടുകാരുടെ ഇടയ്ക്ക് ഒരു ഉറപ്പുണ്ടാക്കലാണ് അണ്ണൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ നടക്കുന്നിടത്ത് ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കോടി ആസ്തിയുള്ള കോർപ്പറേറ്റ് വില്ലൻ, പിന്നെ സ്ഥലത്തെ പ്രധാന ഗുണ്ട, അത് ചലഞ്ചിങ് സ്റ്റാറിൻ്റെ തല്ല് കൊള്ളാൻ പാകത്തിന് ഒരെണ്ണം, പിന്നെ കർണാടകയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇത്രയും പവർഫുൾ വില്ലന്മാരില്ലെങ്കിൽ ചലഞ്ചിങ് സ്റ്റാറിന് എന്തോന്ന് ചലഞ്ച്. അങ്ങനെ സ്കൂളൊക്കെ പൊളിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇതിവിടെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ യൂറോപ്പിലെവിടെയോ ഒരു പുരുഷ സ്വയംസഹായ സംഘവും ഒരു മഹിളാ സമാജവും കൂടെ ചേർന്ന് അണ്ണനൊരു ആദര അഞ്ജലി കൊടുക്കുന്നുണ്ട്. അണ്ണൻ വരുന്നതിന് മുമ്പ് ഇംഗ്ലീഷിൽ ഒരുമാതിരി കവല പ്രസംഗം പോലത്തെ അനൗൺസ്മെൻറ്റ്. അണ്ണൻ കയറി വന്നതും ബിസിനസ് മാൻ ഓഫ് ദി ഇയർ എടുത്ത് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് അവിടെ വെച്ച് തന്നെ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ ലോക കോമഡി. അതായത് അവരിങ്ങനെ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അണ്ണൻ വീണ്ടും തേമ്പിയ കന്നഡയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? അണ്ണൻ കർണാടകയുടെ പുത്രനാണ്. ನಾನು ಕೆಲವರೆಗೂ ನನ್ನ ಸುದ್ದಿ ಯಾರಿಗೂ ಬೇಕಾಗಿಲ್ಲ. ಗೆದ್ದ ಮೇಲೆ ನನ್ನ ಬಗ್ಗೆ ಸುದ್ದಿ ಮಾಡೋರು ನನಗೆ ಬೇಕಾಗಿಲ್ಲ. what is the proudest moment of you as a businessman? ನಮ್ಮ ತಂದೆ ನನ್ನ ಬಿಸ್ನೆಸ್ ಮ್ಯಾನ್ ಅಂತ ಒಪ್ಕೊಂಡಿದ್ದೀನಿ. One last question. ನನ್ನ ಮುಂದೆ ಒಂದು ಗುಂಪಿದೆ. ನನ್ನ ಕಾಯೋಕೆ ಒಂದು ಸೈನ್ಯನೇ ಇದೆ. കാര്യം 4 വർഷം ബിസിനസ് മാൻ ഓഫ് ദി ഇയർ ആയിരുന്നെങ്കിൽ അണ്ണൻ ബിസിനസ് ഒഴിച്ച് ബാക്കി എന്തും ചെയ്യും. അണ്ണൻ രാവിലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ചുമ്മാ പറഞ്ഞു കേട്ടോ. അണ്ണൻ നട്ടുച്ചയ്ക്ക് വഞ്ചിയുടെ തുഞ്ചത്ത് വന്ന് നിൽക്കും. റെയിൽവേ ട്രാക്കിൽ കൂടെ ബൈക്ക് ഓടിക്കും. ലണ്ടനിലെ തട്ടുകടയിലിരുന്ന് പേട്ടറാപ്പ് കണ്ട് കൈയടിക്കും. സായിപ്പ് പിള്ളേരെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കും. എന്തൊരു ലൈഫാണല്ലേ. അപ്പോൾ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫിനിടയ്ക്ക് അണ്ണനൊന്നും ഓഫീസിൽ പോകാൻ സമയമില്ല. പക്ഷേ ആരോ ഉപദേശിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു ദിവസം അണ്ണൻ ഓഫീസിലോട്ട് കെട്ടിയെടുക്കുക. അന്ന് ഏതാണ്ട് ഒരു വലിയ മെർജർ ഡീൽ സൈൻ ചെയ്യാൻ പോവുക. അപ്പോൾ അണ്ണൻ പേപ്പർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് അണ്ണൻ ഒരു കോൾ വരും. മര്യാദയ്ക്കൊരു ജോലി ചെയ്യാമെന്ന് വിചാരിച്ച സമ്മതിക്കത്തില്ല പുല്ല്. അപ്പോൾ അണ്ണനെ വിളിച്ച് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനെ ചലഞ്ചസ് നേരിടാൻ പഠിപ്പിച്ച മാഷാണ്. വെറും സ്റ്റാറിനെ ചലഞ്ചിങ് സ്റ്റാർ ആക്കിയ സ്കൂളിൻ്റെ 100ാം വാർഷികം. പിന്നെ പറയണോ, അണ്ണന് സമ്മതം. ഫോണെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അണ്ണൻ വീണ്ടും തിരിച്ച് വന്ന് പേപ്പറിൽ ഒപ്പിടാൻ പോകുമ്പോൾ കോടിക്കണക്കിന് അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്കുന്നവന് ദണ്ണം കാണുമല്ലോ. അവൻ ചോദിച്ചു ആരുടെ അമ്മയുടെ ചോറൂണിന് പോയതാണെന്ന്. അപ്പോൾ അണ്ണൻ പറയും மதர்ஸ் டே, ஃபாதர்ஸ் டே, டீச்சர்ஸ் டே. we Indians celebrate every day. இப்போ அவன் கேட்டதுக்கும் நீங்க சொன்னதுக்கும் என்ன சம்பந்தம்? பஞ்சு நல்லா இருக்கான்னு மட்டும் பார்க்கணும், அதுக்குள்ள ஆராய்ச்சி பண்ணக்கூடாது. അപ്പോൾ കുറേ കാലം കൂടി ഒരു ഒപ്പിട്ടാണല്ലോ, അതിൻ്റെ ക്ഷീണം കാണും. അപ്പോൾ അതിന് ഇനിയിപ്പോൾ കുറേ നടക്കണം. എന്തായാലും നാട്ടിലോട്ട് ക്ഷണം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ബാക്കി നടത്താം. അവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നേരെ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം റൺവേയിലൂടെ വീണ്ടും നടത്താം. അപ്പോൾ അണ്ണൻ വീണ്ടും പൈതൃകത്തിലേക്ക് തിരിച്ചു പോകാണല്ലോ. അതിന് ഈ ബക്കിംഗ്ഹാം പാലസിലെ ഹോട്ടൽ വെയിറ്ററുടെ ഡ്രസ്സൊന്നും സെറ്റ് ആവില്ല. അതിന് ഇനി പുതിയ ഡ്രസ്സ് എടുക്കണം. അണ്ണന് റെഡിമെയ്ഡ് ഒന്നും ശരിയാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അണ്ണനെ നിർത്തി തച്ചാലേ ശരിയാവും. അപ്പോൾ അതിന് നേരെ അണ്ണൻ തയ്യക്കാരൻ്റെ അടുത്തോട്ട് പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അണ്ണൻ പെട്ടെന്ന് ആ ശബ്ദം കേൾക്കുന്നത്. കുൽഫി ഐസ്. പൈതൃകം. അണ്ണൻ ഈ കുൽഫി ചപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫൈറ്റ്. അതാണെങ്കിൽ ഒരു വെറൈറ്റി ഫൈറ്റിംഗ് രീതി. കുൽഫി ചപ്പിക്കൊണ്ടടി, അടിക്കുന്നു, ചപ്പുന്നു, അടിക്കുന്നു, അടിച്ചോണ്ട് ചപ്പുന്നു, ചപ്പിക്കൊണ്ട് അടിക്കുന്നു. അതാണെങ്കിൽ ഒരു പടവണ്ടാര അക്ഷയപാത്രം കുൽഫി. ചപ്പിയിട്ടും തീരുന്നില്ല. ഒടുവിൽ അണ്ണൻ അത് ചെയ്തു. അവസാനം വന്ന ഗുണ്ടയുടെ വായിലോട്ട് ആ കുൽഫി ഐസ് തള്ളിക്കൊടുത്തു. ഇല്ലെങ്കിൽ ചലഞ്ചിങ് സ്റ്റാറിന് ചപ്പാൻ അറിയാത്തതുകൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഇപ്പൊ ചപ്പു बहुत पिक्चर देखा, तेरा जैसा हीरो नहीं देखा. തേരാ ജേസാ ഹീറോ മാങ്ങാത്തൊലി. എനിക്ക് പോകളാ. അപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചത്ത് കിടന്ന് പോകാനുള്ള സ്ഥിതി ഉണ്ടെങ്കിലും സെക്കൻഡ് ക്ലാസ്സിൽ ചേരാൻ പോകുന്ന പിള്ളേരെ പോലെ ക്യൂട്ട്നെസ് വാരി വിതറി നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് പണ്ടാരടക്കി പോകാനാണ് അണ്ണൻ ഇഷ്ടം. പക്ഷേ നായിക അണ്ണൻ്റെ ഈ ക്യൂട്ട്നെസ് ഒക്കെ സെക്ഷൽ അസോൾട്ടായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പോൾ അതൊന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് പോലീസിൻ്റെ സഹായം തേടും. നായിക സെക്ഷൽ അസോൾട്ടിന് പോലീസിൻ്റെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഡ്യുവറ്റ്. സാധാരണ പാട്ടിലൊക്കെ നായികമാർ എക്സ്പോസ് ചെയ്യും. പക്ഷേ അണ്ണൻ വേഴ്സ് ലൈക്ക് എൻ്റെ ഫാൻസ് വരുന്നത് എന്നെ കാണാനാണ്. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ എക്സ്പോസിങ്. അപ്പോൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് അണ്ണൻ സ്കൂളിലോട്ട് വരുമ്പോൾ വീണ്ടും ഒരു പാട്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മദാമയോട് വരെ കന്നഡയിൽ സംസാരിക്കുന്ന അണ്ണൻ കർണാടകയുടെ പുത്രനാണ്. അപ്പോൾ ഇതൊന്ന് സിംബോളിക്കലി കാണിക്കണം. ദ ഡയറക്ടർ കെയിം വിത്ത് എ ബ്രില്യൻറ്റ് പ്ലാൻ. കർണാടകയുടെ ഒരു മാപ്പ് ഔട്ട്ലൈൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ദർശനം ഇങ്ങനെ നടത്തിക്കും. ഈ പാട്ടിലും പിന്നെ അണ്ണൻ ഇങ്ങനെ നടപ്പാണ് ഗൈസ്. നടക്കുന്നു. ഓ പൈതൃകത്തിൻ്റെ കാര്യം. കോട്ടിടുന്നത് ഇങ്ങേരാണെങ്കിൽ ശ്വാസം മുട്ടുന്നത് നമുക്കാണ്. പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ കയറിയ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അപ്പോൾ അണ്ണനും കൂടെ വന്ന സ്ഥിതി ഇനി എന്തായാലും ബിൽഡിംഗ് പൊളിക്കുന്നത് നടപ്പിലാവില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും വില്ലന്മാർ വേറെ വഴി നോക്കും. അതിനായിട്ട് വാല്യൂഷൻ ബൂത്ത് കയ്യേറി എല്ലാ പേപ്പറിലും മാർച്ച് കുറച്ചിടിക്കും. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാരായിട്ട് റീവാല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റി ഇവന്മാർ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും എല്ലാവരും പേടിച്ച് മാർക്കിടും. പക്ഷേ നായിക മാത്രം ഇങ്ങനെ മുറച്ച് നോക്കിക്കൊണ്ടിരിക്കും. അവൾ പറയും അവളുടെ ബോയ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോര തുപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പാണ്ഡ്യണ്ണൻ വന്ന് ചോദിക്കും, അപ്പോൾ നീ പറയുന്നത് നിൻ്റെ ബോയ് ഫ്രണ്ട് നമ്പർ 1 ആണെന്നാണോ? അപ്പോൾ നായിക പറയും
എന്നാ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ പേപ്പറിൽ നമ്പർ 1 മാർക്ക് ഇട്ടാൽ മതി. ഇതിലും വലിയ ഊക്കൊക്കെ കളിക്കുടുക്കയിൽ മാത്രമേ കാണൂ. എന്തായാലും നായിക ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ വില്ലന്മാർ നായികയെ ഓടിക്കും. നായികയെ ഓടിക്കുന്ന കാര്യം ചലഞ്ചിങ് സ്റ്റാർ അറിയും. അപ്പോൾ സ്ഥിരം അണ്ണനെ ഇമോഷണലി ഡൗൺ ആക്കാനായിട്ട് വില്ലന്മാർ ചെയ്യുന്ന സെയിം പരിപാടി. അണ്ണനുമായിട്ട് ബന്ധമുള്ളവരെ കാറിൽ കെട്ടിയിട്ട് അണ്ണനെ ഭീഷണിപ്പെടുത്തുക. ചലഞ്ചിങ് സ്റ്റാറിൻ്റെ അടുത്ത കളി. ചലഞ്ചിങ് സ്റ്റാർ ആ കാർ അങ്ങ് പിടിച്ചു നിർത്തി. ഞാൻ വീണ്ടും പറയുന്നു, വി ഹാവ് ചലഞ്ചിങ് സ്റ്റാർ. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ അവസാനം അണ്ണൻ പാണ്ഡ്യണ്ണൻ അടിച്ച് പീസാക്കിയിട്ട് നേരെ സ്ഥലത്തെ പ്രധാന ഗുണ്ടയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു. സ്ഥലത്തെ പ്രധാന ഗുണ്ടയുടെ മോനാണ് ഈ ചോട്ടാ പാണ്ഡി. എന്നിട്ട് വീണ്ടും ഒരു ഫൈറ്റ്. ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവരവിടെ എടുത്തു വെച്ചിരുന്ന ആൻസർ ഷീറ്റ് ഒക്കെ എടുത്തുകൊണ്ട് അണ്ണൻ പോകും. പക്ഷെ ആ സമയത്ത് സ്ഥലത്തെ പ്രധാനം കൊണ്ട് ഒരു ശബ്ദം ചെയ്യും. ചാലഞ്ചിങ് സ്റ്റാറിനെ തീർത്ത് കളയും. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവ്വം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാറെന്നുള്ള ഇഴിയുടെ ഒച്ചയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ നടന്നതെന്ന് എല്ലാവർക്കും സംശയം കാണും. അതായത് അണ്ണൻ പഠിച്ച സ്കൂളിൽ നമ്മുടെ മെയിൻ വില്ലൻ ഒരു ഭൂമി ഉൽക്കം ഉണ്ടാക്കും. ഏത് മറ്റില്ല കുമ്മായപ്പൊടി വെച്ചിട്ട്. ആ ഭൂമി ഉൽക്കമൊക്കെ ഭയങ്കര രസമാണ്. ഭൂമി രണ്ടായിട്ട് പിളർന്നങ്ങ് പണ്ടാരടങ്ങാണ്. ഇത്രയും വലിയ ഭൂമി ഉൽക്കം ഉണ്ടാക്കാൻ പറ്റുന്ന കുമ്മായപ്പൊടി കയ്യിൽ വെച്ചിട്ടാണ് ഇവന്മാർ 4-5 പേരെ സർക്കാർ സ്കൂൾ കയ്യേറാൻ നോക്കുന്നത്. ഭയങ്കര ബിസിനസ് മൈൻഡ് ആണ്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും. അപ്പോൾ എന്തായാലും ഭൂമി ഉൽക്കം ഉണ്ടായാലും അതിൽ സ്കൂൾ പൊളിയുന്നു, കുറേ പേര് മണ്ണിനടിയിൽ പോകുന്നു, കുറേ പേര് ബിൽഡിങ്ങിനകത്ത് പെട്ട് കിടക്കുന്നു. ബട്ട് ചലഞ്ചിങ് സ്റ്റാർ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് എൽസ്. ഇത്രയും പ്രശ്നം നടക്കുന്നതിനിടയ്ക്ക് വേറെ ഒന്നും ചെയ്യാതെ താഴോട്ട് വീഴാൻ പോകുന്ന സരസ്വതിയുടെ പ്രതിമയ്ക്ക് ചെന്നൊരു താങ്ങ്. ഇതെന്തോന്ന്, ഇത് എഡ്യൂക്കേഷണൽ ഓർഗാസോ? സരസ്വതി ദേവിയുടെ പ്രതിമ അങ്ങോട്ട് താങ്ങി വെച്ചതേ ഉള്ളൂ. ദാണ്ട് അടുത്തത് കൊടി വീഴുന്നു. അണ്ണ ചെന്ന് പിടി പിടി പിടി. ആ കൊടി കണ്ടോ? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കൊച്ചു പുന്നാര മോൻ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനകത്ത് കയറി ഒരേ നിപ്പ്. അപ്പോഴത്തേക്ക് നായിക കയറി വന്നിട്ട് അപ്പോൾ അണ്ണൻ എന്തായാലും ബിൽഡിങ്ങിനകത്ത് കയറി എല്ലാവരും രക്ഷിക്കും. ഇതെല്ലാം കൂടെ എടുത്ത് പുറത്ത് വന്ന് നിൽക്കുമ്പോൾ താണ്ട് അടുത്ത കുരിശ്. ഈ കിളവൻ അതിൻ്റെ പൊക്കത്ത് എന്ത് തൊലിച്ചുകൊണ്ടിരിക്കുകയാണോ? അണ്ണൻ അപ്പോൾ ഇത് കാണുമ്പോൾ ഉടനെ ഓടി മോളിൽ ചെന്നിട്ട് അങ്ങേരെ ഇറക്കിക്കൊണ്ട് വരാൻ പല പരിപാടി നോക്കും. പക്ഷേ അങ്ങേരെ ഏതാണ്ട് ഇറങ്ങി വരത്തില്ലെന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ക്ലാസ്സുകൾ എവിടെ നടത്തും, കുട്ടികൾ എങ്ങോട്ട് വരും, 100 വർഷത്തെ പാരമ്പര്യത്തിന്റെ പറികളവാ. ഒന്ന് ആലോചിച്ച് നോക്കണേ. മര്യാദയ്ക്ക് ലണ്ടനിൽ വാക്കിങ് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനെ വിളിച്ചു വരുത്തി ഇപ്പോൾ ശവത്തിന് കാവലെടുത്തിച്ചേനെ കള്ളബടവ. അപ്പോൾ ഈ പൊളിഞ്ഞ സ്കൂളിന് വരും വേറൊരു സ്കൂൾ പൊളിഞ്ഞ് തരാമെന്ന് ചലഞ്ചിങ് സ്റ്റാർ പറയുന്നുണ്ടെങ്കിൽ മാഷിന് അത്ര വലിയ താല്പര്യമില്ല. അണ്ണനാണെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറ് കാണിച്ചിട്ട് തിരിച്ച് ലണ്ടനിൽ പോയി വൈബ് ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ സർക്കാർ സ്കൂൾ ഇനി പണിയണമെങ്കിൽ അതിന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ വിചാരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ആ സ്കൂളിൽ പഠിച്ചിരുന്ന 900 പിള്ളേരെയും കൊണ്ട് മിനിസ്റ്ററുടെ കടപ്പറയിൽ പോയി സ്കൂൾ തുറക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന. പാവം ഭ്രാന്ത് പിടിച്ചുപോയി. അങ്ങനെ മിനിസ്റ്റർ സൈഡായി. ഇനി അടുത്തത് കോർപ്പറേറ്റ് വില്ലൻ പെട്ട്. വില്ലൻ ആറടുത്ത് സഹായത്തിന് പോയാലും അവിടെയൊക്കെ അണ്ണനും ഉണ്ട്. ഹോം സെക്രട്ടറിയുടെ വീട്ടിൽ പോയപ്പോൾ താണ്ട് ഹോം സെക്രട്ടറിയുടെ വലിയ പീസുമായിട്ട് അണ്ണൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈനാൻസ് സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ താണ്ട് സെക്രട്ടറിയുടെ ബോൾസ് കെട്ടാൻ യൂസ് ചെയ്യുന്ന കോല് ചലഞ്ചിങ് സ്റ്റാർ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചലഞ്ചിങ് സ്റ്റാർ ഏതാവത് സൊല്ല വരുതോ? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ബില്ലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നുണ്ട്. അങ്ങേരുടെ പ്രോപ്പർട്ടി എല്ലാം സർക്കാർ മേടിച്ചു. അപ്പോൾ അത് കോർപ്പറേറ്റിന് തന്നെ തിരിച്ച് മേടിക്കാനായിട്ട് ഒരു ലേലം വയ്ക്കും. അപ്പോൾ ഈ ലേലം ചലഞ്ചിങ് സ്റ്റാർ അറിയാതിരിക്കാനായിട്ട് ഒരു സൺഡേ അവധിക്ക് ഒരു കോളേജിൻ്റെ ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ തുഞ്ചത്ത് കൊണ്ടുപോയി വയ്ക്കും ലേലം. ചലഞ്ചിങ് സ്റ്റാറിനോടാണോടാ അതിൻ്റെ കളി? ചലഞ്ചിങ് സ്റ്റാർ കംസ് ഇൻ, പ്ലേസ് വിത്ത് ദ ഗുണ്ടാസ് ബോൾസ് ആൻഡ് സിറ്റ്സ് ഓൺ ദം. ലൈക്ക് റിയലി. രണ്ടേ മുക്കാൽ മണിക്കൂറുള്ള പടത്തിൽ ഇനിയും ഒരു അരമണിക്കൂറും കൊണ്ടുണ്ട്. അതിലാണ് സ്കൂളുകൾ മേടിക്കും, ആ സ്കൂളുകളെല്ലാം കൂടെ പൂട്ടിയിടും, മുഖ്യമന്ത്രി വിളിക്കും, ചർച്ച നടക്കും, സ്കൂളുകൾ തുറക്കും, കർണാടക മുഴുവൻ അണ്ണനെ എഴുന്നേറ്റ് നിന്ന് തൊഴും. പക്ഷേ ജോക്സ് അസൈഡ്, ഇത് ശരിക്കും ഒരു തല്ലിപ്പൊളി പടമാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ അണ്ണൻ്റെ വേറൊരു കിടിലം പടം കണ്ടത്.